ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അർജിത് ബോയ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കുന്നത് ഇന്ത്യ എംപയർ വിത്ത് റെഡിയാണ് ഗൈസ്. ലെറ്റ്സ് പ്ലേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജുറാസിക് പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ആളെ കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട് ഫസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഷെമോൻ AC. നമുക്ക് എന്തായാലും മോളി വരെ ഒന്നും പോയിട്ടുണ്ട് ഗൈസ്. നമ്മളെന്തായാലും ജിമ്മൊക്കെ ചെയ്യണം നമുക്ക്. പിന്നെ അതെ, ഇപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ജിമ്മിൽ എവിടെയായിട്ട് നിൽക്കുന്നത് ഗൈസ്. വൗ, നൈസ് വർക്കൗട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോവാം. നമ്മളെന്തായാലും നമ്മൾ വന്ന കാര്യം നമ്മൾ നടക്കട്ടെ. ഗൈസ്, ഗൈസ്, ഒരു പ്രശ്നം പറ്റി. നമ്മൾ നൈസായിട്ടേ ഇത് ഓണാക്കാൻ മറന്നുപോയി. ഇൻഫിനിറ്റി ഹെൽത്ത് ഓണാക്കാൻ മറന്നുപോയി. നൈസായിട്ട് നമ്മുടെ കാലക്കുയിനൊക്കെ പറ്റിയിട്ടുണ്ട്, പൊട്ടലൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് പുള്ളിക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട് കേട്ടോ. എക്സ്പ്രഷൻ ചാലഞ്ച് കണ്ടും ചെയ്യാണ് ഗൈസ്. ഗൈസ്, ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരനെ ആരും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞു ഗൈസ്. നമുക്കെന്തായാലും ആദ്യം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോവാം. നമുക്ക് അവിടെ ചെന്നൊരു പരാതി എഴുതി കൊടുക്കാം. ഒരു കാരണമില്ല. രണ്ട് പെണ്ണന്മാരെ ഇടിച്ചിട്ട് ഗൈസ് നമ്മൾ. സോ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ബമ്പറുകളൊക്കെ പോയി ഗൈസ്. സോ ഗൈസ്, ഇനി ഈ വണ്ടി വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. സോ ഗൈസ്, നമ്മൾ ഈ വണ്ടി എന്തായാലും ഇവിടെ ഇട്ടിട്ട് പോവാണ് ഗൈസ്. അയ്യ ഗൈസ്, നമുക്കെന്തായാലും റോൺ ബൈക്ക് കളിച്ചിട്ട് നേരത്തെ അങ്ങോട്ട് പോകാം ഗൈസ്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നമുക്ക് ആദ്യം ഒരു പരാതി എഴുതി കൊടുക്കണം. എന്നിട്ടൊക്കെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാം ഗൈസ്. അതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ്, വണ്ടി തന്നെ നമ്മുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഇതിനിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. എൻ്റെ കൂട്ടുകാരനെ കാണാനുണ്ട് ഗൈസ്. ഗൈസ്, അങ്ങനെ എനിക്ക് കണ്ടേ പറ്റുള്ളൂ ഗൈസ്. ഗൈസ്, ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ആരും ഇല്ല ഗൈസ്. ഗൈസ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ മോനെ, കാര്യം പറ. സാറേ, അത് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ കാണാണ്ടായി. എനിക്ക് അവനെ ഒന്ന് കണ്ടുപിടിച്ച് തന്നെ. എന്താടാ, ഞങ്ങൾക്കൊന്നും കണ്ടുപിടിച്ച് തരാൻ പറ്റുമൊന്നുമില്ല. നീ ഒന്ന് പോയേക്കണം. സാർ, എന്താ സാർ, പ്ലീസ് സാറേ ഒന്ന് കണ്ടുപിടിച്ചാൽ സാറേ. സാറേ, കാലടിയാൻ സാറേ. എന്താ സാറേ, ഒന്ന് കണ്ടുപിടിച്ചാൽ സാറേ. ഓടെ ചേർക്കാവണത് ഗൈസ്, എൻ്റെ കൂട്ടുകാരനെ കണ്ടുപിടിച്ച് തരില്ലേ? ഒന്ന് പോടെ ചേർക്കാവണം. ഗൈസ്, എൻ്റെ കൂട്ടുകാരനെ കണ്ടുപിടിച്ച് തരാൻ പറ്റില്ലെന്ന് അവൻ പറഞ്ഞു ഗൈസ്. സോ ഗൈസ്, അവൻ്റെ പേര് തങ്കു എന്നാണ്. നമുക്ക് തങ്കുവിനെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം ഗൈസ്. ഗൈസ്, അവൻ എവിടെയാണെന്നും എനിക്കറിയില്ല ഗൈസ്. ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു ഗൈസ്. അതായത് അവനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോക്ക് ടവറിൻ്റെ മുകളിലേക്ക് വരിക. ക്ലോക്ക് ടവറോ ഗൈസ്? നമ്മുടെ ഇപ്പോൾ ഇവിടെ എവിടെയാണ് ക്ലോക്ക് ടവർ ഗൈസ്? മനസ്സിലായി ഗൈസ്, ക്ലോക്ക് ടവർ എവിടെയാണ് നമുക്ക് മനസ്സിലായി. സോ അവരവിടെ അവനെ കൂട്ടിട്ടേക്കൊണ്ടെന്ന് എവിടെ നോക്കിയാണ് ഗൈസ് ബമ്പറന്ന് നോക്കി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തങ്കനെ പോയി കണ്ടുപിടിക്കണം. കാണില്ല. എവിടെ നോക്കിയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്? കണ്ണില്ലേ നമുക്കൊന്നും കണ്ണില്ല. എന്തായാലും ഒരുപാട് സ്ഥലത്തൊക്കെ തപ്പാം. എനിക്കൊരു സ്ഥലം, ഇവന്മാരുടെ ഗ്യാങ്ങിൻ്റെ പേര് റെഡ് ബി ഗ്യാങ് എന്നാണ്. അപ്പോൾ റെഡ് കളറിൽ വന്ന് വണ്ടി പരിശോധിക്കുന്ന ദിവസം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് റെഡ് കാറ് പോകും നമ്മൾ കണ്ടു ഗൈസ്. അപ്പോൾ നമുക്ക് അവന്മാർ
അവന്മാരെ ഒന്ന് ഫോളോ ചെയ്യണം, അത്യാവശ്യമാണ് ഗൈസ്. ആണ്ട് അവന്മാർ പോണ്, ഇതല്ലേ അത് ഗൈസ്. ഇതിനകത്ത് അവൻ ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് അവൻ ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളവനെ നമ്മുടെ തങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, തങ്കുവിനെ നമ്മൾ കണ്ടുപിടിച്ച ഗൈസ്. ഗൈസ് തങ്കുവിനെ നമ്മൾ കണ്ടുപിടിച്ച ഗൈസ്. ഗൈസ് തങ്കു ഗൈസ്, അവനെ കണ്ട് ഞാൻ ഗൈസ്. ഒരു ചെറിയ പ്രശ്നമുണ്ട്, തങ്കുവിനെ കാണാനില്ല. വെയിറ്റ് ആ ബൈക്കിൻ്റെ പുറകിൽ റെഡ്ഡിന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഈടാ അത് റെഡ്ഡി ഗ്യാങ്ങിൻ്റെ ഒരുത്തനാ. അവൻ ഒരുത്തനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവൻ്റെ തല എന്തായാലും നമുക്ക് വലിയ പൊടിയാക്കാൻ കഴിയും. അവനെന്തായാലും ഇതിൻ്റെ അവൻ റെഡ്ഡി ഗ്യാങ്ങിൻ്റെ അവനാണ് കിക്സ്. റെഡ്ഡി ഗ്യാങ്ങിൻ്റെ അതെന്തിരി കൈ നമ്മളെ പോലീസ് ഓടിക്കാൻ വേണ്ടി എന്തെന്നാണ് കേസ് അർത്ഥം. പോലീസൊക്കെ വരട്ടെ കൈ. പോലീസ് പട്ടാളൊന്നും എനിക്കറിയേണ്ട കൈസ്. റെഡ്ഡി ഗ്യാങ്ങിൻ്റെ മറ്റേ താമര താമര എന്ന് പറഞ്ഞ പെണ്ണല്ലേ അത് ഗൈസ്. അതിനുമ്പ് നമ്മുടെ തങ്കുവിനെ കണ്ടുപിടിക്കണം ഗൈസ്. നമുക്ക് എന്തായാലും തങ്കുവിനെ കണ്ടുപിടിക്കേണ്ട ഇതിലേക്ക് നമുക്ക് പോവാം ഗൈസ്. അവനെ കാണാൻ അവനെ വളരെയധികം മിസ് ചെയ്യുന്ന ഗൈസ്. നമുക്ക് പോലീസിനെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല ഗൈസ്. നമുക്ക് തങ്കുവിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റും. റെഡ്ഡി ഗ്യാങ്ങിൻ്റെ കാര്യം ഇന്ന് കട്ടപ്പോക തന്നെയാണ് ഗൈസ്. എന്തായാലും എവിടെയെങ്കിലൊക്കെ പോയി നോക്കട്ടെ, എവിടെയാണെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തിൻ്റെ നമ്മളിപ്പോൾ അവിടെ ഒരു റെഡ് കാർ കിടക്കണ കണ്ടല്ലോ. അതാ അതാ തങ്കു 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 നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? ഇല്ലടാ അവളെ കണ്ടുപിടിച്ചത് തങ്കു. എടാ കാലമാടന്മാരെ നിന്റെ ഒക്കെ കാര്യം നീയൊക്കെ എൻ്റെ തങ്കൂനെ കൊല്ലാറായാണ് ഞാൻ. കുറേ നേരം ഞാൻ ഓങ്ങി വെച്ചിട്ട് ഈ നാടിനെ നശിപ്പിക്കൂടാ. എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്നു.